Watch India's largest kids library only on Jio Hotstar. Download the app now. ചേട്ടാ എന്റെ ചങ്ക എന്റെ ബ്രോ എന്റെ സുഹൃത്തുക്കളെ ഇത് കാണുമ്പോ എനിക്ക് എന്താ തോന്നുന്നതെന്ന് വെച്ചാ മോഡേൺ സിറ്റിയിൽ ഒരു ഫ്ലാറ്റ് വാങ്ങാൻ തോന്നുന്നു. മോട്ടു പത്ലു, നിങ്ങൾക്കും ഇതും ഇഷ്ടമായാൽ നമുക്ക് ഒരുമിച്ച് തന്നെ വാങ്ങാം. ഇവിടെ നല്ല ചീപ്പായിട്ട് കിട്ടുന്നു എന്നാണ് ഞാൻ കേട്ടറിഞ്ഞത്. അതുമാത്രമല്ല ഇപ്പോൾ ഏജന്റ് വരുന്ന സമയവുമായി. ഡോക്ടർ ഝട്ക ഞങ്ങളെ ഈ ഫുർഫുറി നഗറിൽ നിന്നും ഇത്രയും ദൂരം ഒരു വില കുറഞ്ഞ ഫ്ലാറ്റ് കാണിക്കാൻ വേണ്ടി കൊണ്ടുവന്നതാണോ? ഞാനൊരു കാര്യം പറയാൻ ഓർത്തോ, വില കൂടിയാലും കുഴപ്പമില്ല, വില കുറഞ്ഞത് മേടിച്ചാലും പിന്നീട് കഷ്ടപ്പെടേണ്ടി വരും. ഡോക്ടർ ഝട്ക നമസ്കാരം. നമസ്കാരം നമസ്കാരം. മോഡേൺ സിറ്റിയിലെ ഈ ബിൽഡിംഗിലാണ് ഏറ്റവും വില കുറച്ച ഫ്ലാറ്റുകൾ ഉള്ളത്. നിങ്ങളുടെ ഈ സ്കൈ ഹെവൻ ടവർ ഒരു സൈഡിൽ നിന്നും ചരിഞ്ഞിരിക്കുന്ന പോലെ ഉണ്ടല്ലോ സാർ, അതെന്തുകൊണ്ടാ? എനിക്ക് തോന്നുന്നത് ഈ ബിൽഡിംഗ് എപ്പോൾ വേണമെങ്കിലും താഴെ വീഴുമെന്നാണ്. ലീനിങ് ടവർ ഓഫ് പീസായും കുറച്ച് ചരിഞ്ഞിട്ടുള്ളതല്ലേ? ആരും അതിനെപ്പറ്റി ഒരു ചോദ്യം ചോദിക്കാറില്ലല്ലോ. ഞങ്ങളുടെ ബിൽഡിംഗ് ബർമൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ ഒരു ബിൽഡിംഗ് ആണ്. ഇതിനെ ഞങ്ങള് ലീനിങ് ടവർ ഓഫ് മോഡേൺ സിറ്റി എന്നാണ് വിളിക്കണേ. എന്റെ പത്തിലു നീ ചോദ്യങ്ങളൊക്കെ ഒന്ന് നിർത്തൂ. എനിക്ക് ആദ്യം ഈ ഫ്ലാറ്റ് ഒന്ന് കാണണം. സാറ് നിങ്ങളെ കണ്ട ഒരു അറിവുള്ള മനുഷ്യനായിട്ട് തോന്നുന്നു. നമുക്ക് നേരെ കാര്യത്തിലേക്ക് കിടക്കാലോ. ഞങ്ങൾക്ക് ഫ്ലാറ്റ്സിന്റെ യാതൊരു ക്ഷാമവും ഇല്ല. നിങ്ങൾ ഏത് ഫ്ലോർ പറയുന്നു ആ ഫ്ലോറിൽ തന്നെ നിങ്ങൾക്ക് ഫ്ലാറ്റ് തരാം. ഏത് ഫ്ലോറിൽ വേണമെങ്കിലും വീട് കാണിക്കാമെന്നോ? അതിന്റെ അർത്ഥം ഈ ബിൽഡിംഗിൽ ഒരു ഫ്ലാറ്റും കച്ചവടം ആയിട്ടില്ല എന്നല്ലേ? ഇൻസ്പെക്ടർ സാറേ, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ബിൽഡറിന് ഒരു ചെറിയ നിർബന്ധമുണ്ട്, നല്ല ആൾക്കാർക്ക് ഫ്ലാറ്റ് കൊടുക്കാവൂന്ന്. ഈ ബിൽഡിംഗില് നല്ല വിവരമുള്ള ആൾക്കാര് ഒരുമിച്ച് താമസിക്കാവൂന്ന്. നിങ്ങളെ കണ്ട നല്ല ഡീസന്റ് ആയിട്ടുള്ള മനുഷ്യരുമാണ്, വിവരമുണ്ടെന്നും അറിയാം. ഞാൻ നിങ്ങളെ 20th ഫ്ലോറിലെ ഫ്ലാറ്റ് കാണിക്കാം. അവിടുന്ന് ഒരു ഉഗ്രം കാഴ്ചയാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. സാർ, ഇത് ബർമൻ ടെക്നോളജിയുടെ ഒരു സംഭവമാണ്. നിങ്ങളെയൊക്കെ ലിഫ്റ്റിനടുത്തേക്ക് പെട്ടെന്ന് എത്തിക്കാൻ. ഇത് പുതിയ ടെക്നോളജി എന്നാ തോന്നുന്നത്. എന്തായാലും കൊള്ളാല്ലേ? പറഞ്ഞത് ഒരു കാര്യമുള്ള കാര്യമാണ്. ഈ ലിഫ്റ്റ് എന്തിനാണ് ചാടി ചാടി പോകുന്നത്? സാറ്, ചെറിയൊരു അനക്കവും മുട്ടലൊക്കെ ഉണ്ടാവും. ഇപ്പോഴാണല്ലോ ഇതിന്റെ ഓയിലിംഗും ഗ്രീസിംഗും ഒക്കെ ചെയ്തത്. ജസ്റ്റ് ജോക്കിംഗ് സർ. സുഹൃത്തുക്കളെ, എന്റെ ചങ്ക എന്റെ ബ്രോ, ഇതെന്താ ഇത് പുതിയ ടെക്നോളജി? ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? എനിക്ക് തോന്നുന്നു ആരോ ഒരു കിഡ്സ് പ്ലേയിങ് മോഡ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെന്ന്. കുട്ടികൾക്ക് ബോറടിക്കാതിരിക്കാനായിട്ട് ഞങ്ങൾ ലിഫ്റ്റിൽ തന്നെ ഒരു കിഡ്സ് പ്ലേ ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. പിള്ളേർക്ക് അപ്പൊ കളിക്കണമെന്ന് തോന്നുന്നു അപ്പൊ തന്നെ ഈ ബട്ടൺ പ്രസ് ചെയ്തിട്ട് റോളർ കോസ്റ്ററിന്റെ ഒരു രസം അനുഭവിക്കുകയും ചെയ്യാം. സത്യം തന്നെയാണോ നിങ്ങൾ പറയുന്നത്? ഇത് തീർച്ചയായിട്ടും സത്യമാണ്. സത്യമല്ലാതെ ഞാൻ മറ്റൊന്നും പറയുന്നില്ല. നിങ്ങൾക്ക് ആർക്കും ഒന്നും സംഭവിക്കില്ല. ലെറ്റ്സ് ഗോ. അങ്ങനെ എത്തിപ്പെട്ടു. പൊളിച്ചെടുത്തല്ലോ. എന്റെ അഭിപ്രായത്തിൽ നമുക്ക് തിരിച്ചു പോവാണ്ട. ഈ ബിൽഡിംഗിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്നാ തോന്നുന്നത്. ഇതാണ് നിങ്ങളുടെ ടോപ്പ് ഫ്ലോർ ഫ്ലാറ്റ്. വരൂ വരൂ വരൂ. അവിടെയാണ് നിങ്ങളുടെ ഈസ്റ്റ് ഫേസിംഗ് ബാൽക്കണി. ആ ബാൽക്കണിയിൽ ഇരുന്നിട്ട് മര്യാദയ്ക്ക് ഒരു ചായ കുടിച്ചോണ്ടിരിക്കാം. ജോഗിംഗ് പാർക്ക്, സ്വിമ്മിംഗ് പൂളും തയ്യാറാകുന്ന ഉടനെ രാവിലെ നിങ്ങൾ ഇറങ്ങിയിട്ട് ജോഗിംഗ് പാർക്കിൽ ജോഗിംഗ് ചെയ്യാം. പിന്നെ സ്വിമ്മിംഗ് പൂളിൽ സ്വിമ്മിംഗ് ചെയ്യാം. അത് മാത്രമല്ല, ഈ അപ്പാർട്ട്മെന്റിന്റെ മറ്റൊരു പ്രത്യേകത എന്താന്ന് വെച്ചാ, അതായത് ഇതൊരു റിവർ സൈഡ് അപ്പാർട്ട്മെന്റ് ഫ്ലാറ്റ് ആണ്. അതുകൊണ്ട് ഇന്നാ പിടിച്ചോ പേര. എഗ്രിമെന്റിലേക്ക് സൈൻ ചെയ്തോളൂ. വേണ്ട, നിക്ക്. അഗ്രിമെന്റ് സൈൻ ചെയ്യിക്കാൻ വേണ്ടി നിങ്ങൾക്ക് ഒരുപാട് ധൃതി ഉണ്ടല്ലോ ബോലാജി. ലിഫ്റ്റിൽ വന്ന ക്ഷീണം ഞങ്ങൾ ഇതുവരെ മാറിയിട്ടില്ല. ഈ ഫ്ലാറ്റ് ഒന്ന് ഞങ്ങൾ നന്നായിട്ട് കണ്ടോട്ടെ. എന്റെ അമ്മോ, സൂര്യത്തിന്റെ വെളിച്ചത്തിനോടൊപ്പം ഈ വൃത്തികെട്ട നാറ്റം ഇപ്പൊ എവിടുന്നാ വരുന്നത്? ഇത് നദിയാണോ അതോ അഴുക്ക് വെള്ളമാണോ? എന്തൊരു നാറ്റമാണ് ഇവിടെ. കൈ കൊടുത്തോ? സാറിന്
സാറിന്റെ കയ്യിൽ എന്ത് പവറാണ്. ഒറ്റ ഇടി ഇടിച്ച ഉടനെ ഭിത്തിയെ പൊളിഞ്ഞു പോയി. ഫ്ലാറ്റും പിന്നെ നിങ്ങളുടെ അല്ല സാറേ. ഇടിക്കുകയും പൊളിക്കുകയും ഒക്കെ എന്ത് വേണേലും ചെയ്യാം. പത്തുലുവിന്റെ കയ്യിന് അത്ര വലിയ പവറൊന്നുമില്ല. ഈ ചുവരിനാണ് ബലമില്ലാത്തത്, മനസ്സിലായോ? എന്റെ അമ്മോ, ഫ്ലാറ്റ് വാങ്ങുന്നതിന് മുമ്പ് ഞങ്ങൾ എല്ലാം ശരിക്കൊന്ന് പരിശോധിച്ച് നോക്കും. നോക്കിക്കോളൂ. അതേ ചിങ്കം സാർ, നിങ്ങൾ എങ്ങനെയാ അവിടെ എത്തിയത്? ഐഡിയ. രക്ഷിക്കണേ. Come on, വേഗം. ഇങ്ങോട്ട് തരൂ, തരൂ. ആ, സബാഷ്. പൊളിച്ചടുത്തല്ലോ. ഇത് ഫ്ലാറ്റ് ആണോ അതോ മുകളിലേക്ക് പോകാനുള്ള വഴിയാണോ? ഫ്ലാറ്റ് മുഴുവനും പരിശോധിച്ച് നോക്കുമ്പോഴേക്കും ഞങ്ങളുടെ കാറ്റ് പോകുന്നാ തോന്നുന്നേ. എന്റെ അമ്മോ, ഇതില് ഫ്ലോറിംഗ് തന്നെ കാണുന്നില്ലല്ലോ. അല്ല സാറേ, നിങ്ങൾ ഒട്ടും വിഷമിക്കണ്ട. ഇത് ബർമൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയ അപ്പാർട്ട്മെന്റ് ആണ്. കസ്റ്റമർ ഇങ്ങോട്ട് ഷിഫ്റ്റ് ആകുന്നതോടെ 2 ദിവസത്തിനകം എല്ലാ കാര്യങ്ങളും റെഡിയാവും. എനിക്കിപ്പോ ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. ഇനി എങ്ങാനും നീ പെർമനന്റ് ടെക്നോളജി എന്നും പറഞ്ഞ് നിന്റെ ഈ വാ തുറന്നാലുണ്ടല്ലോ, ഞാൻ മനുഷ്യനായിരിക്കില്ല. ഇതെന്താ? വാ 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 വാ, ഈ സീലിംഗ് പൊളിച്ചു കളഞ്ഞു. എന്തായാലും അത് സാറിന്റെ ഫ്ലാറ്റ് അല്ലേ, നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാലോ. ഇയാൾ എന്താ പറയുന്നത്? തൊടുമ്പോഴത്തേക്കും ഇവിടുത്തെ ചുമരുകൾ പോലും പൊട്ടുന്നു. സർ 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 സർ, നിങ്ങൾ അങ്ങനെ പറയാൻ പാടില്ല. നിങ്ങൾക്ക് ഈ ഫ്ലാറ്റിൽ താമസിക്കാനാണോ അതോ ബോക്സിംഗ് ഒക്കെ ചെയ്യാനാണോ? എടോ, താൻ വന്നപ്പോ തൊട്ട് വാചകം അടിച്ചുകൊണ്ടിരിക്കുവാണല്ലോ. കേൾക്കുന്നതിന് ഒരു ക്ഷമയില്ലടോ മനുഷ്യർക്ക്. എന്റെ ക്ഷമയുടെ നെല്ലിപ്പലകയാണ് താൻ തൊട്ട് കളിച്ചത്. കാണിച്ചു തരാടാ. അതെ 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 അതെ, എന്നെ ഒന്നും ചെയ്യില്ല, എന്നെ ഒന്നും ചെയ്യില്ല. വെറുതെ വിട്ടേക്ക്, ഞാനൊന്നും ചെയ്തില്ലേ, ഞാനൊന്നും ചെയ്തില്ല. അവിടെ നിക്കണോ, നിക്കാൻ. എവിടെയാടാ നീ? ഞാൻ വരുന്നുണ്ട്. എവിടെ പോയി? ഹലോ, ഇവന്മാരുടെ തല്ലി തല്ലി ഒരു പരുവാക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല. അല്ല, തന്റെ ഒടിഞ്ഞു പറിഞ്ഞു കിടക്കുന്ന ബിൽഡിംഗ് വിൽക്കാനായിട്ട് എന്റെ ശരീരത്തിൽ ഓരോ എല്ലാം ഒടിയുന്നത്. തന്നെ വന്നിട്ട് ഫ്ലാറ്റ് വിറ്റോ. മമ്മി, എനിക്ക് വഴിയൊന്നും കാണില്ല. ഇവന്മാർ ആ ഫ്ലാറ്റിനെ കൈകൊണ്ട് ഇടിച്ചൊക്കെയാണ് നശിപ്പിച്ചത്. ഇനി ഇവന്മാരെ പിടിച്ചു വെച്ചിട്ട് സൈൻ ചെയ്യിപ്പിക്കണം. സൈൻ ചെയ്യണോ? എന്റെ അമ്മോ, സ്റ്റോപ്പ് ദ നെയിം ഓഫ് ലോ. ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിൾ. അറിയാമല്ലോ, എംപോസിബിൾ. മോട്ടു, നിർത്തിക്കോ. ഒത്തിരി കളിയായി. സൈൻ ചെയ്യുക, അല്ലെങ്കിൽ നിറയെ അടി കൊള്ളും. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ല. നിറഞ്ഞൂടെ, വേഗത്തിൽ ആലോചിക്കൂ. ഐഡിയ. തീർച്ചയായിട്ടും ഞങ്ങൾ സൈൻ ചെയ്യാൻ തീർച്ചയായിട്ടും റെഡിയാണ്. പക്ഷെ ആദ്യം ഞങ്ങളൊന്ന് സമോസകൾ കഴിച്ചുകൊട്ടെ. ഈ മാതിരി സമയത്ത് നിങ്ങൾക്ക് ഭക്ഷണത്തിനെ പറ്റിയാണോ ചിന്ത? കഴിച്ചോ കഴിച്ചോ കഴിച്ചോ, നന്നായിട്ട് കഴിച്ചോ. സൈൻ എങ്ങനെ വേണേലും ചെയ്യാലോ. വയറ് നിറച്ചോ പട്ടിണി കിടന്നോ, എനിക്ക് എഗ്രിമെന്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ഇട്ടാ മതി. അത്രേ ഉള്ളൂ കാര്യം. നല്ല മണം. അതേ മോട്ടും ഞങ്ങൾ ഇവിടെ നിൽപ്പുണ്ടാ. ഞങ്ങളെ വെറുതെ വിട്ടേക്കണേ. നിനക്ക് ഒപ്പിടണോ അല്ലേ? ഒപ്പിട്ട് തരാമോ ഇപ്പം? അതേ മോട്ടു, നീ എന്താണ് ചെയ്യുന്നത്? നമ്മൾ 3ാമത്തെ നിലയിലാണ്. കതക് വഴി പുറത്തേക്ക് പോകൂ. ഓ സോറി, തിരക്ക് കൊണ്ട് മറന്നുപോയതാ. അതേ പത്തലു.
പൊളിച്ചെടുത്തല്ലോ. നമ്മളെല്ലാരും 24-ാമത്തെ ഫ്ലോറിലല്ലേ ഉണ്ടായിരുന്നത്. നമ്മൾ ഈ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എപ്പോഴാ എത്തിയത്? സാർ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ ഞങ്ങളുടെ ബിൽഡിംഗ് ബർമൻ ടെക്നോളജിയിൽ ഉണ്ടാക്കിയിരിക്കുന്നതാണെന്ന്. നിങ്ങൾക്ക് ഇപ്പൊ ലിഫ്റ്റ് യൂസ് ചെയ്യാൻ തീരെ താല്പര്യമില്ലെങ്കിൽ ഫ്ലാറ്റേ താഴെ വരുമല്ലോ. ഇതിന്റെ ഏറ്റവും വലിയ എക്സ്ക്ലൂസീവ് ഫീച്ചർ എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടർഗ്രൗണ്ടിലും താമസിക്കാം. മതിയാക്കിക്കോ നിന്റെ പെർമനന്റ് ടെക്നോളജിയുടെ കഥ. ആദ്യം നിന്നെ അണ്ടർഗ്രൗണ്ടിലേക്ക് പറഞ്ഞു വിട്ടുതരാടാ ഞാൻ. നിക്കടാ അവിടെ. അയ്യോ സ്റ്റോപ്പ്, എന്നെ രക്ഷപ്പെടുത്തോ. വരൂ വരൂ, നമസ്കാരം എല്ലാവർക്കും നമസ്കാരം. എല്ലാരും എന്റെ ഫ്ലാറ്റ് കാണാൻ വന്നതല്ലേ, എല്ലാവർക്കും സ്വാഗതം. അതെ നോക്കിയേ, ഫ്ലാറ്റ് എവിടെ? ഇവിടെ ഉണ്ടായിരുന്ന ബിൽഡിംഗ് എവിടെ? ബിൽഡിംഗ് ഇവിടെ തന്നെയല്ലേ ഉണ്ടായിരുന്നത്, ഇപ്പൊ കാണുന്നില്ലല്ലോ. എന്താ ഇത്, ഒന്നും മനസ്സിലാവുന്നില്ല. സാർ, ഇത് തന്നെയാണ് നിങ്ങളുടെ സ്കൈ ഹെവൻ. അത് മോട്ടു പത്ലുവിന്റെ ഗുണപധികാരം കൊണ്ട് ഗ്രൗണ്ട് ഹെവൻ ആയിപ്പോയതേ ഉള്ളൂ. ശരി, ഞാൻ പോവാ, നിങ്ങൾ തന്നെ ഇവരെ കൈകാര്യം ചെയ്തു. Watch India's largest kids library only on Geo Hotstar. Download the app now.